മന്ത്രി സി പി ജോണിന്റെ ഭാഗത്തു നിന്നൊരു അധിക്ഷേപകരമായിട്ടുള്ള പരാമർശമാണ് വന്നത്. സൗജന്യത്തിന് വേണ്ടി സ്ത്രീകൾ ബസ്സിൽ തള്ളിക്കയറുന്നു എന്നുള്ള ഒട്ടും ശരിയല്ലാത്ത പ്രസ്താവനയാണ്, പരാമർശമാണ് വകുപ്പ് മന്ത്രി ശ്രീ സി പി ജോണിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഇത് തിരുത്തണം. ഇത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ആകെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശമാണ്. പൊതുവേ തന്നെ പല സ്ത്രീകളും സഹോദരിമാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ബസ്സിൽ കയറുമ്പോൾ മറ്റുള്ളവർ നിങ്ങളിങ്ങനെ കയ്യും കെട്ടിയിട്ട് കയ്യും വേറെ കയ്യിലൊന്നും ഇല്ലാതെ പൈസ ഒന്നും കൊടുക്കാണ്ടല്ലേ യാത്ര ചെയ്യുന്നതെന്നുള്ള ഒരു പുച്ഛമോ പരിഹാസമോ ചിലർ കാണിക്കുന്നു എന്നുള്ളത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് തന്നെ ഇപ്പം വകുപ്പ് മന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ആദ്യം മന്ത്രി ചെയ്യേണ്ടത് അത് തിരുത്തുക. മറ്റൊന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത്തരത്തിലൊരു പരാമർശം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇത് ഒരു വീണ്ടും വിചാരം വന്നിട്ടുണ്ടോ, ഒരു പുനർചിന്തനം, ഈ പദ്ധതി ഇനി നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള തോന്നലുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തേണ്ട കാര്യമില്ല. തികച്ചും അനുചിതമാണ്, അനവസരത്തിലുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം പരാമർശം പിൻവലിക്കുക. എന്നിട്ട് സ്ത്രീകളോടുള്ള ഈ അധിക്ഷേപാർഹമായിട്ടുള്ള അനവസരത്തിലുള്ള ഈ പ്രസ്താവന നടത്തിയത് തെറ്റാണെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കണം. ഇത് കേരളത്തിൽ വോട്ട് കിട്ടാൻ വേണ്ടി, സ്ത്രീകളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചതാണെങ്കിൽ അത് പറയണം, തുറന്ന് പറയണം. കേരളത്തിൽ നമ്മുടെ AICCയുടെ പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി വന്നിട്ടാണ് പറഞ്ഞത്, ഞങ്ങളുടെ ആദ്യത്തെ പ്രഖ്യാപനം, ഞങ്ങൾ 5 പ്രഖ്യാപനം, അതിലൊന്ന് കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര അവസരം നൽകുന്നതാണ്. അതാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്. ഒന്നും നോക്കാണ്ടാണോ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ വോട്ട് കിട്ടി ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ പാലം കടക്കുന്നവരെ നാരായണ നാരായണ, കടന്നു കിട്ടിക്കഴിഞ്ഞാൽ കൂരായണ എന്നാണ്. അത് പരിശോധിക്കണം ഗവൺമെൻറ്. കേരളത്തിലെ സ്ത്രീ മാത്രം, കേരളത്തിൽ ഇത് ആദ്യത്തെ സ്റ്റേറ്റ് അല്ല, ഡൽഹിയിലും മറ്റ് സ്റ്റേറ്റുകളിലുമുണ്ട്. അവരൊന്നും ഇത്തരം പരാമർശം നടത്തിയതായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഇങ്ങനൊരു പരാമർശം നടത്തുമ്പോൾ അത് എത്രത്തോളം അവർ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലേ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലേ? രാഹുൽ ഗാന്ധി വന്നു പ്രഖ്യാപിച്ചു, അത് നടപ്പിലാക്കി എന്നാണ്. അതൊന്നും ഇനി നടക്കൂല. കേരളത്തിലെ സ്ത്രീ സമൂഹം ആകെ ഒറ്റക്കെട്ടായിട്ട് ഇത്തരം നീക്കത്തെ പ്രതിഷേധിക്കണം, ഒറ്റക്കെട്ടായിട്ട് വരണം. അത് കേരളത്തിൽ സ്ത്രീകളുടെ അവകാശമായി മാറിക്കഴിഞ്ഞ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കുക തന്നെ വേണം. മാത്രമല്ല, കേരളത്തിൽ സ്ത്രീകൾ ലഭിച്ചുകൊണ്ടിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രതിമാസം 1000 രൂപ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ഏറ്റവും സ്ത്രീകളോടുള്ള വാഗ്ദാനത്തിൻ്റെ ഒരു വാഗ്ദാനം അംഗീകരിച്ച് നടപ്പിലാക്കിയതിൻ്റെ ഒരു ഉദാഹരണമാണ്. ആ പദ്ധതി പോലും ഇപ്പോൾ വേണ്ടാന്ന് വെച്ചത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം തെറ്റല്ലേ? ആ പണമെടുത്താണോ ഇപ്പോൾ ഇതിന് ചെയ്യുന്നത്? അതും അറിയില്ല. എന്തായാലും ആ പദ്ധതി നടപ്പിലാക്കണം. നമ്മുടെ ഇപ്പോഴത്തെ സൗജന്യ യാത്രാ പദ്ധതിയും നടപ്പിലാക്കുക തന്നെ വേണം. വാഗ്ദാനങ്ങൾ ലംഘിക്കാനുള്ളതല്ല, വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ളതാണ് എന്ന് UDF ഗവൺമെൻറ് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ സൗജന്യം എന്ന് പറയുന്നത്, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾക്ക് പ്രയോജനകരമായിട്ടുള്ള സൗകര്യങ്ങളാണ്, അത് സ്ത്രീകളുടെ അവകാശമാണ്. പക്ഷേ ഇതൊരു ഔദാര്യം പോലെ മൊത്തം സ്ത്രീകളോടുള്ള ഒരു പുച്ഛ മനോഭാവമല്ലേ മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന്? ഇതിപ്പോൾ കേരളത്തിലെ സ്ത്രീകളുടെ ഔദാര്യമല്ല, സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഔദാര്യമല്ല. ഒരു ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച് ആ പ്രഖ്യാപനം നടപ്പിലാക്കുമ്പോൾ അവർക്ക് വോട്ട് കിട്ടിയത് ഇതിലൂടെയും കൂടിയാണ്, ഈ ഒരു പ്രഖ്യാപനത്തിലൂടെയും കൂടിയാണ്. അവർക്ക് സ്ത്രീകളുടെ അടക്കം വോട്ട് വാങ്ങിയാണ് അവർ അധികാരത്തിൽ വന്നത്. അങ്ങനെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിന് അത് ലംഘിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് പിന്നെ ഔദാര്യമല്ല, അത് അവരുടെ അവകാശമായി മാറിക്കഴിഞ്ഞു. ഈ അവകാശമായി മാറിക്കഴിഞ്ഞ ഒരു പദ്ധതിയെക്കുറിച്ച് സ്ത്രീകൾ ഇങ്ങനെ തിക്കും തിരക്കും കാണിക്കുന്നു, തിരക്കിട്ട് കയറുന്നു, അവർക്കെന്താ മറ്റേ ബസ്സിൽ പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് ഈ കഴിഞ്ഞ 2 മാസമായിട്ട് പല മന്ത്രിമാരും നടത്തുന്ന അനവസരത്തിലുള്ള അനൗചിത്യത്തിൻ്റെ ഭാഷയിലുള്ള പരാമർശങ്ങളുടെ കൂട്ടത്തിൽ ഇതും പെടുകയാണ്. വളരെയധികം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവമതിപ്പുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 മാസത്തിനുള്ളിൽ അവരുടെ ചെയ്തികളെല്ലാം ഓരോന്നോരോന്നായി നോക്കുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അമർഷം ഇപ്പം തന്നെ പെരുകി വരികയാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത്തരം പരാമർശങ്ങൾ പ്രത്യേകിച്ചും.